ഓടിയെത്തി നിൽക്കുന്നത് പെരിന്തൽമണ്ണ നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിലാണ്. പെരിന്തൽമണ്ണ നഗരസഭയിൽ ഏകദേശം 13,000-ഓളം വീടുകളുണ്ട്, 3,000-ഓളം വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. ഇതൊക്കെ കൂടാതെ 11ഓളം വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളുമുണ്ട്. അവിടെ നിന്നൊക്കെ എത്തുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കുന്നത് ഈ പ്ലാന്റിലാണ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച 3ാമത്തെ മാലിന്യ സംസ്കരണ പ്ലാന്റിനുള്ള പുരസ്കാരം കൂടി ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഈ മാലിന്യത്തിൽ നിന്ന് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനത്തെ ഏക പ്ലാന്റ് കൂടിയാണ് പെരിന്തൽമണ്ണയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ്. ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നാട്ടുവണ്ടിയിൽ നമ്മൾ കാണാൻ പോകുന്നത്. എൻ്റെ കൂടെ പോരാ. ഇതാണ് പെരിന്തൽമണ്ണ നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിലെ എനർജി പ്ലാന്റ്. ഇവിടെ എനർജി ഉൽപ്പാദിപ്പിക്കുന്നത് ഫുഡ് വേസ്റ്റിൽ നിന്നാണ്. അതായത് നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വലിച്ചെറിയുന്ന ആഹാര അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഈ പ്ലാന്റിന് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഫുഡ് വേസ്റ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. സംസ്ഥാനത്ത് ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കാം ഫുഡ് വേസ്റ്റിൽ നിന്ന് ഒരു പ്ലാന്റ് അവർക്ക് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ്? ഭക്ഷണ മാലിന്യത്തിൽ നിന്ന് നമ്മൾ എനർജിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മളിത് പെരിന്തൽമണ്ണയിലെ ഫ്ലാറ്റുകളിൽ നിന്നും കടകളിൽ നിന്നും ഷോപ്പുകളിൽ നിന്നൊക്കെ ഉള്ള ഫുഡ് വേസ്റ്റ് കളക്ട് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഇത് മാനുവലി സെഗ്രിഗേറ്റ് ചെയ്യും. സെഗ്രിഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ മുട്ടത്തോട്, എല്ല്, അത് പുളിയുള്ള സാധനങ്ങൾ, അസഡിയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി അത് നേരെ ഈ ഷ്രെഡറിലിട്ട് അത് കുഴമ്പ് പരുവത്തിലാക്കി ഇതിലൂടെ കിടന്ന് നേരെ ഡൈജസ്റ്റർ ടാങ്കിലേക്ക് പോകും. ആ ഡൈജസ്റ്റർ ടാങ്കിൽ നിന്ന് അത് ഗ്യാസായിട്ട് എമർജ് ചെയ്യും. ആ ഗ്യാസ് നേരെ ബലൂണിലേക്ക് പോകും. ആ ബലൂണിൽ നിന്നുള്ള ഗ്യാസ് നമ്മൾ ജനറേറ്ററിലേക്ക് ഇന്ധനമായിട്ട് കൊടുത്ത് അങ്ങനെയാണ് നമ്മളിത് കറണ്ടാക്കി മാറ്റും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിലെ സെഗ്രിഗേഷൻ പ്ലാന്റിലാണ്. സെഗ്രിഗേഷൻ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തരംതിരിക്കുക, ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും തരംതിരിക്കുന്ന ഇടത്താണ് നിൽക്കുന്നത്. പ്ലാസ്റ്റിക്കും മറ്റതൊക്കെ വേർതിരിക്കുക, HM, PP, LD അതൊക്കെ ഓരോന്നായിട്ട് തരംതിരിച്ച് മാറ്റി വെക്കും. വൈകുന്നേരം ഇതെപ്പോഴാണ് തീരുക? ഇതിന്റെ ഒരു ഇത് തന്നെ 8 മണിക്ക് തൊട്ടിട്ട് 4 മണി വരെ ഡ്യൂട്ടി. വൈകുന്നേരം 4 മണി വരെ അല്ലേ? ഇതിപ്പോ എത്ര കാലമായി നിങ്ങൾ എല്ലാവരും ഈ ജോലിക്ക് ഇറങ്ങിയിട്ട്? ആണല്ലേ. ഇവിടെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടോ? എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നടന്നുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ഇവിടെ ചെയ്തു തന്നിട്ടുണ്ട്. നഗരസഭയൊക്കെ നല്ല സഹകരണമാണ്. നല്ല സഹകരണമാണ്. നമ്മൾ പറയുന്ന ആവശ്യങ്ങളൊക്കെ അവർ സ്വീകരിച്ചു തന്നിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ഇവിടെ ചെയ്തു തന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ നിലയിൽ എത്തിച്ചത് തന്നെ അവരെന്നെയാണ്. എങ്ങനെയുണ്ട് പൊതുവെ നഗരസഭയുടെ ഒക്കെ ഒരു സമീപനം? നല്ല സമീപനമാണ്. എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. അവർ ആത്മാർത്ഥത്തോടെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട്. 18 വർഷമായി. 18 വർഷമായി തുടങ്ങി. നാട്ടുകാരെല്ലാവരും സഹകരിക്കുന്നുണ്ട് നല്ല പോലെ. ഞങ്ങൾ നഗരസഭ എങ്ങനെയുണ്ട്? നഗരസഭയും കുഴപ്പമില്ല. ഞങ്ങളെല്ലാ കാര്യങ്ങൾക്കും മുമ്പിലുണ്ട്. വേർതിരിച്ചിട്ട് വേസ്റ്റ് ഉണ്ടല്ലോ, വേസ്റ്റ് വേറെ നമ്മൾ അതിന് കൊടുക്കും. ഇവിടെ നിങ്ങൾ എന്ത് വേസ്റ്റാ ചെയ്യുന്നത്? കൂടും കവറയ്ക്ക? ഇവിടെ പേപ്പർ വേറെ, പ്ലാസ്റ്റിക് വേറെ, കുപ്പി, അങ്ങനെ കുറെ ഐറ്റം തിരിക്കാണ്ട് റീസൈക്ലിങ്ങിന് കൊടുക്കുക. സ്വന്തം കാലിൽ നിന്നുകൊണ്ട് സ്വന്തം കുടുംബം പോറ്റാൻ കഴിയുക എന്ന് പറയുന്ന ഒരു വലിയ ആത്മവിശ്വാസമുണ്ടല്ലോ, വലിയൊരു സന്തോഷമുണ്ടല്ലോ. അതാണ് അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ പുഞ്ചിരി അത് ചെറിയ കാര്യമല്ല, അതൊരു വലിയ നേട്ടത്തിന്റെ തുടർച്ചയാണ്. ഹരിതകർമ്മസേന എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം, മാലിന്യമുക്ത കേരളം എന്ന് പറയുന്ന നമ്മുടെ വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷം, ഇതൊക്കെയാണ് നമുക്ക് ഈ പ്ലാന്റിൽ കാണാൻ കഴിയുന്നത്. മാലിന്യം എന്ന പ്രതിസന്ധിയെ എത്ര മനോഹരമായിട്ടാണ് പെരിന്തൽമണ്ണ മറികടന്നിരിക്കുന്നത്. രാജ്യത്തിന് തന്നെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വലിയ നേട്ടം. അപ്പോൾ ഈ കാഴ്ചയോടുകൂടി ഞാൻ ഇവിടെ നിന്ന് യാത്ര പറയുകയാണ്. നാട്ടുവണ്ടി മറ്റൊരിടത്ത് നമുക്ക് വീണ്ടും കാണാം.